അപ്പൊ എന്തായാലും അവർക്ക് ഭരണം കിട്ടിയിട്ടുണ്ട്. അവർ 5 വർഷം ഭരിക്കട്ടെ. അവരുടെ അടുത്താണല്ലോ ഇപ്പൊ ഭരണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു പ്രയാസമില്ല. ഏത് വസ്തുതാപരമായ അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. നഗരസഭയിലെ 3 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായി UDF-ന് അധികാരം ലഭിച്ചു. അതിനുശേഷം UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ LDF-നെതിരെ, പ്രത്യേകിച്ച് CPM നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അഴിമതി ആരോപണങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിലെ വസ്തുത എന്താണെന്ന് നമുക്ക് CPM-ന്റെ സ്വന്തം നേതാക്കളോട് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്. പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി രാജേഷ് നമ്മോടൊപ്പമുണ്ട്. ഈ ആദ്യമായിട്ടാണ് UDF-ന് പെരിന്തൽമണ്ണ അധികാരത്തിൽ കിട്ടുന്നത്. വലിയ ഭൂരിപക്ഷം എന്നൊക്കെ പറയാൻ പറ്റാത്ത തരത്തിലുള്ള കണക്കുകളൊക്കെയാണ്. ചില വാർഡുകൾ മാത്രമാണ്, അവരുടെ മേധാവിത്വമുള്ള വാർഡുകൾ മാത്രമാണ് വലിയ ഭൂരിപക്ഷം ഇരിക്കുന്നത്. അപ്പോൾ ഈ അഴിമതി ആരോപണങ്ങളും, അതായത് ഇങ്ങനെ എന്താ പറയാ, പുകമറ സൃഷ്ടിക്കുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ അന്ന് LDF-ന്റെ പ്രവർത്തകർ പറയുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊക്കെ വാസ്തവം ഉണ്ടോ ഇതിനകത്ത് വാസ്തവം ഇല്ല എന്നുള്ളത് ആക്ഷേപം ഉന്നയിക്കുന്ന UDF-നും അറിയാം, അത് കേൾക്കുന്ന ജനങ്ങൾക്കും അറിയാം. കാരണം നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഒന്നും ഒളിച്ചു വെച്ച് നടത്തിയ പ്രവർത്തനങ്ങളല്ല, ഒക്കെ വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പിന്നെ അവര് അധികാരത്തിൽ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കുക, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇതില് 21 വാർഡുകളിൽ, മുനിസിപ്പൽ വാർഡുകളിൽ UDF ജയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കൂ, ഒരു വാർഡ് ജയിച്ചിട്ടുള്ളത് 1 വോട്ടിനാണ്, ഒരു വാർഡ് ജയിച്ചിട്ടുള്ളത് 7 വോട്ടിനാണ്, ഒരു വാർഡ് ജയിച്ചിട്ടുള്ളത് 25 വോട്ടിനോ മറ്റോ ആണ്. അപ്പൊ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. പക്ഷേ അതില് അവരുടെ ഭൂരിപക്ഷവും അവരുടെ ജനപിന്തുണയും ഒക്കെ നമുക്ക് നിന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും അവർക്ക് ഭരണം കിട്ടിയിട്ടുണ്ട്. അവർ 5 വർഷം ഭരിക്കട്ടെ. അവരുടെ അടുത്താണല്ലോ ഇപ്പൊ ഭരണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു പ്രയാസമില്ല. ഏത് വസ്തുതാപരമായ അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞങ്ങൾക്ക് അതിലൊരു ആശങ്കയോ ഒരു ബേജാറോ ഇല്ല. അവര് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിൽ മാത്രമല്ല, ഉണ്ടായിരുന്ന കൗൺസിലില് വലിയ പദ്ധതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പ്രവാസികളടക്കമുണ്ടെന്ന് പിരിച്ച കാര്യങ്ങൾ, ചില പദ്ധതികൾ പാതി വഴി നിലച്ചുപോയ കാര്യങ്ങൾ, ഇപ്പോൾ പൂർത്തിയാകാത്ത കാര്യങ്ങൾ, അതുകൂടാതെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ജീവനം പദ്ധതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞ അവർ ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നിലവിലെ അവസ്ഥ ധവളപത്രം ഇറക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ ശരിക്കും ഈ കണക്കുകളൊക്കെ കൃത്യമായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും നേതാക്കൾ പറയുന്നുണ്ട്, UDF നേതാക്കൾ. ഇതൊക്കെ CPM-ന്റെ അധികാരത്തിൽ നിന്നും പെട്ടെന്ന് മാറിപ്പോകേണ്ടി വന്ന CPM-നെ പ്രതിരോധത്തിലാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അവർക്കുണ്ടാകുമോ? ഒരു പ്രതിരോധത്തിന്റെ പ്രശ്നമില്ല. മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്, മുനിസിപ്പൽ ഭരണ സംവിധാനം എന്ന് പറയുന്നത് നിയതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ. അവിടെ CPM പോയിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുക അങ്ങനെയല്ലല്ലോ. മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്, ഭരണ നിർവഹണം നടത്തുന്നത്. ആ ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച രീതിയിലുള്ള ഭരണ നിർവഹണം അവർക്ക് നടത്താൻ പറ്റൂ. അങ്ങനെ നടത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അന്നേ UDF ആക്ഷേപം ഉന്നയിക്കല്ലോ. ഈ പറയുന്ന കാലഘട്ടത്തിലൊക്കെ UDF-ന് അവരിവിടെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അന്ന് എന്തെങ്കിലും ഒരു സീരിയസ് ആയ ആക്ഷേപം ഉന്നയിക്കുകയോ ഒരു സമരം സംഘടിപ്പിക്കുകയോ UDF-ന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പുകമറ ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയാം. പിന്നെ ഇവിടെ നടത്തിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് പല സോഴ്സുകളിൽ നിന്നായിട്ട് ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ അതാത് സമയത്തുണ്ടായിരുന്ന കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അത് മുനിസിപ്പാലിറ്റിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളാണ്. അതൊക്കെ അതാത് സമയത്ത് സ്ക്രൂട്ടിനി നടത്തിയിട്ടുണ്ട്, ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്. നിയമപരമായിട്ടുള്ള സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ ഏജൻസികളും അതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ജീവനം പദ്ധതിയെ കുറിച്ചും ഹരിതകർമ്മ സേനയെ കുറിച്ചൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്.
അതില് ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നതിന് അവാർഡ് കിട്ടിയിട്ടുള്ള, അംഗീകാരം കിട്ടിയിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. അപ്പൊ അതൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ അറിയാം. വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് എത്ര കണ്ട് കാര്യക്ഷമമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്നറിയാം. കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളിൽ നിന്നും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ പ്രതിനിധികൾ വരാറുണ്ട്. അപ്പൊ അതൊക്കെ മാതൃക ആയതുകൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത്. അപ്പൊ അതൊക്കെയാണ് വസ്തുത. പിന്നെ ഇവര് ചെയ്യട്ടെ, അവര് അന്വേഷണം നടത്താതിരിക്കേ എന്താ വെച്ചാൽ ചെയ്യട്ടെ. അവര് കണ്ട കാര്യങ്ങൾ പറയട്ടെ. അവര് ഉന്നയിക്കുന്നത് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അന്വേഷണത്തിന് ഏൽപ്പിക്കും, ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ അതിനു മുമ്പ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവര് അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ കൃത്യമായ കണക്ക് വെച്ചാൽ പറയുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ കഴിഞ്ഞ LDF-ന്റെ കൗൺസിലുകളിലൊന്നും യാതൊരു തരത്തിലുള്ള അഴിമതിയും ഉണ്ടായിട്ടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കാമോ ജനങ്ങൾക്ക്? അതുകൂടി ഒരു ജനങ്ങളുടെ ചോദ്യമാണ്. എന്താ സംശയം? ഒരു അഴിമതിയുടെ ഒരു ലാഞ്ചന പോലും LDF ഭരണസമിതിക്കകത്ത് ഉണ്ടായിട്ടില്ല. അതില് ഒരു സംശയവുമില്ല. ഞങ്ങൾക്ക് അതിലൊട്ടു ഇവരുടെ ആക്ഷേപത്തിലൊട്ടു ആശങ്കയില്ല. എന്നാലല്ലേ പ്രശ്നമുള്ളൂ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. LDF-ന്റെ കൗൺസിലർമാരിൽ ചിലർ, പ്രധാനപ്പെട്ട സീനിയർ കൗൺസിലർ വരെ പറഞ്ഞിരുന്നു, ഒരു 6 മാസമേ UDF-ന്റെ ഈ ഭരണം ഇങ്ങനെ മുന്നോട്ട് പോകും, അതിനുള്ളിൽ ഇവര് മിക്കവാറും, കാരണം കഴിഞ്ഞ ദിവസം മറ്റേ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പില് UDF-ലെ തന്നെ 2 അംഗങ്ങൾ മാറിയിരുന്നതും ഒരാൾ മത്സരിച്ചതും ഒക്കെ വലിയ വിവാദമായി. അപ്പോൾ 6 മാസം തേക്കില്ല എന്നൊക്കെ കൗൺസിലർമാർ, LDF-ന്റെ കൗൺസിലർമാർ തന്നെ പറയുന്നു. അങ്ങനെയൊക്കെ ജനം തെരഞ്ഞെടുത്ത UDF ഇപ്പൊ ഭരണത്തിലേറിയിരിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ആശങ്ക ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? ജനങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യം അടിസ്ഥാനം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. LDF-ന് എന്തായാലും അങ്ങനെ ഒരു പദ്ധതി ഇല്ല. ഇവിടെ പ്രശ്നം MLA ആണ് ഈ പ്രചരണം അഴിച്ചുവിടുന്നത്. MLA CPIM ലക്ഷക്കണക്കിന് രൂപയുമായിട്ട് UDF-ന്റെ കൗൺസിലർമാരുടെ പിറകെ പോകുന്നു എന്നാണ് MLA പറയുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? വസ്തുതാരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കളവ് പ്രചരിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്ത തന്ത്രം അതാണ്. കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ MLA-ക്ക് UDF-ന്റെ കൗൺസിലർമാരെ വിശ്വാസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമായി നിന്ന് ജയിച്ചു വന്ന കൗൺസിലർമാര് ലക്ഷങ്ങൾ കാണുമ്പോഴത്തേക്ക് മറിയും, അങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് അഡ്വാൻസ് ആയിട്ട് വസ്തുതാരഹിതമായിട്ട് പറയുന്നത് എന്തിനാ? അത് MLA-ക്ക് ഈ ജയിച്ചു വന്നിട്ടുള്ള കൗൺസിലർമാരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു പദ്ധതി ഇല്ല. പിന്നെ മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ പരിശോധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് UDF-ന്റെ ചെയർമാൻ കാൻഡിഡേറ്റ് ആയിട്ടുള്ള കൗൺസിലർ അതിന് വരാതിരുന്നത്? അതാണല്ലോ പ്രശ്നം. മറ്റൊന്ന്, UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ UDF-ന്റെ അംഗം ആയി നിൽക്കുന്ന ഒരാൾ തന്നെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അയാൾ മത്സരിച്ചപ്പോ നിങ്ങൾ തന്നെ, നിങ്ങളുടെ ചാനൽ തന്നെ തോന്നുന്നു, കോൺഗ്രസിന്റെ ലീഡറോട് പോയിട്ട് ചോദിച്ചല്ലോ, എന്താണ് നിങ്ങളുടെ അംഗത്തിനെതിരെ നിങ്ങളുടെ അംഗം തന്നെ മത്സരിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താ? നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടാവുമല്ലോ, ലൈബ്രറിയിൽ ഉണ്ടാവുമല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? അയാൾ കോൺഗ്രസ് അല്ല, അയാൾ കോൺഗ്രസ് എന്നൊക്കെ എന്നോ പുറത്താക്കിയിട്ടുണ്ട്, അയാൾ കോൺഗ്രസിന്റെ കൗൺസിലർ അല്ല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ കോൺഗ്രസിന്റെ കൗൺസിലർ അല്ലാത്ത ഒരാൾ മത്സരിച്ചു എന്ന് അപ്പൊ പറയാ, പിന്നെ പറയാ LDF-ന്റെ സ്വാധീനം കൊണ്ട് മത്സരിച്ചു. അതൊന്നും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി, സ്വന്തം കൗൺസിലർമാരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഒക്കെയുള്ള വെപ്രാളത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ അവര് തമ്മിൽ പടലപ്പിണക്കം ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ തലയിൽ കെട്ടിവെക്കണ്ട, അത് അവര് തമ്മിൽ അടിച്ചു തീരട്ടെ. അത് ഞങ്ങൾ എന്തായാലും അതിന് ഉത്തരവാദിയല്ല. ഇപ്പോ അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാൻഡിഡേറ്റ് പ്രസന്റ് ആവാത്തതിനും ഞങ്ങൾ ഉത്തരവാദിയല്ല. അവരുടെ ഔദ്യോഗിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാൻഡിഡേറ്റിനെതിരെ അവരുടെ തന്നെ ഒരു അംഗം മത്സരിച്ചതിനും ഞങ്ങൾ ഉത്തരവാദിയല്ല.
ഈ മത്സരിച്ച അംഗം കോൺഗ്രസിന്റെ ആളല്ല എന്ന് കോൺഗ്രസിന്റെ ലീഡർ പറഞ്ഞതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. അതൊക്കെ UDF തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. ഏതായാലും 5 വർഷം പ്രവർത്തനം ഊർജിതമാക്കി കൊണ്ടുപോകും ഭരിക്കുമെന്നാണ് UDF പറയുന്നത്. LDFന്റെ ഭാഗത്ത് നിന്ന് LDF ക്രിയാത്മക പ്രതിപക്ഷമായി വികസന കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന നല്ല പ്രതിപക്ഷമായി ഉണ്ടാകുമെന്ന് ഈ പെരിന്തൽമണ്ണക്കാർക്ക് വിശ്വസിക്കാം എന്നുകൂടി ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി കിട്ടിയാൽ ജനങ്ങൾക്ക് അതൊരു നല്ല മറുപടിയായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ പ്രതിപക്ഷത്താണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ മുനിസിപ്പൽ ഭരണത്തിൽ അതിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തും. ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഇവരുടെ ഭരണത്തെ നോക്കിക്കാണും. അതില് അണുമണിത്തൂക്കം പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ UDFന്റെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, അവര് അതിനനുസരിച്ച് സ്വജനപക്ഷപാതമോ അഴിമതിയോ ഈ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് അതിന്റെ മുനിസിപ്പാലിറ്റിയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരും. ഈ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. അതാണ് ഓൺഗോയിങ് പ്രൊജക്ടുകളായിട്ടുള്ള പല പ്രൊജക്ടുകളും ഉള്ളത്. ആ പ്രൊജക്ടുകളൊക്കെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് ഈ പെരിന്തൽമണ്ണയിലെ മുനിസിപ്പാലിറ്റിയുടെ പൊതുവായിട്ടുള്ള വികസനത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അപ്പൊ ആ പ്രോജക്റ്റുകളോട് ഇവരെടുക്കുന്ന സമീപനം എന്താണെന്ന് ഞങ്ങൾ കാത്തിരുന്ന് നോക്കും. അവരുടെ ഇപ്പൊ ഈ മധുവിധമൊക്കെ കഴിയട്ടെ. ഇപ്പോ ഒരു മാസമാകുന്നതിന്റെ ഉള്ളിലാണല്ലോ ഇപ്പൊ ഒരു തർക്കം ഉണ്ടായതും അത് MLA കോംപ്രമൈസ് ചെയ്തതും. എന്താണോ കോംപ്രമൈസ് എന്ന് MLA UDF-ന് പറയേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം, സാന്ദർഭികമായിട്ട് പറയാം. അപ്പോ ആ കോംപ്രമൈസൊക്കെ കഴിഞ്ഞ് ഒരു ഭരണത്തിലേക്ക് ഇറങ്ങട്ടെ. ഒരു ഭരണത്തിലേക്ക് ഇറങ്ങി ജനഹിതമല്ലാത്ത രീതിയിലാണ് ഭരണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, അതിനെ ശക്തമായി ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും ഞങ്ങൾ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഏതായാലും ഭരണം സുതാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവില്ല. ഭരണത്തിൽ വീഴ്ചകൾ വന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രതിഷേധിക്കാൻ ബഹുജന പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ നല്ല ഭരണം ഉണ്ടാകാൻ വേണ്ടിയാണെന്ന് കൂടി ഏരിയ സെക്രട്ടറി രാജേഷ് പറയുന്നുണ്ട്. ഏതായാലും മറ്റുള്ള കാര്യങ്ങൾക്ക് വാസ്തവ വിരുദ്ധമാണ്, പുകമറ സൃഷ്ടിക്കലാണ്, MLA-യുടെ നേതൃത്വത്തിലെ CPM-നെ എതിരെ നടത്തുന്ന പ്രചാരണമാണ് എന്നതൊക്കെയാണ് CPM-ന്റെ ഏരിയ സെക്രട്ടറി രാജേഷ് പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും നാടിനെ ആരെ വേണമെന്നുള്ള കാര്യം നാട്ടുകാർ തീരുമാനിച്ചു. നല്ല രീതിയിൽ ഭരിച്ചില്ലെങ്കിൽ നാട്ടുകാർ മറിച്ചും തീരുമാനിക്കുന്നു. എല്ലാം മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും നാടിന്റെ പൊതു ആവശ്യങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കുക എന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ക്യാമറമാൻ ഷാഹിദ് കപ്പൂത്തിനൊപ്പം ചാനട്ടൻ. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.